ഫ്രീ വാറും വാറും കൂടി ജയിക്കണേ. അല്ല ഫ്രീ വാറന്മാര് വരും തോന്നണ്ടേ. ഇങ്ങനല്ല സറണ്ടർ അടിച്ചില്ലേടാ കണ്ടി, സറണ്ടർ അടിച്ചില്ലേടാ കണ്ടി. നീ ഒരു കാര്യം ചെയ്യേ, നീ ഒന്ന് മുട്ടൽ എഴഞ്ഞാ താഴെ കിടന്നു. നീ ഒന്ന് മുട്ടൽ എഴഞ്ഞ് കാണട്ടെ. അയ്യോ വയ്യായെന്നോട് പറഞ്ഞേ, അയ്യോ വയ്യായെന്നോട് പറഞ്ഞേ, അയ്യോ വയ്യ പല്ലല്ലേ. വേറെ വേണ്ടവാ. എനിക്കിനി വയ്യ അങ്ങനെ പറഞ്ഞേടാ, അങ്ങനെ പറഞ്ഞേടാ. പറഞ്ഞു കൊടുക്കണ മേളിച്ചൊന്ന് വായിക്കാനാണ്. നീ ഇവിടെ പിയർ കാണിക്കുന്ന സമയം തൊട്ടേ നിന്റെ ടൈം സ്റ്റാർട്ട് ലോസ്റ്റ് ആയിട്ടുള്ള എല്ലാരും സംസാരിക്കല്ലടാ. കണ്ണാപ്പി അണ്ണനെ സംസാരിക്കണ്ടേ, ബാക്കി എല്ലാരും നിലക്കില്ലേ. അവൻ സുഖം പിടിക്കണേട്ടോ. അവൻ താഴ്ചിട്ട് തല്ലല്ലേ വാക്കണ്ണ. പിന്നെന്താ എവിടെയുന്നുണ്ട് ചൂടാവില്ലേ നിങ്ങള്? ബ്രോ ടോക്സിക് അല്ലേ? അയ്യോ അപ്പൊ നിനക്ക് പിന്നെ ഡെയിലി തല്ല് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇല്ലല്ല, ഞാൻ ഡെയിലി ഒന്നും തല്ലുകൊള്ളാറുന്നില്ല. കുറച്ചേരത്തെ ടീം വാട്സാപ്പ് മുന്നിട്ടടിച്ച് കയറ്റിയുള്ളൂ. കുറച്ചപ്പോ ടീം ഞാനൊരു കാര്യം പറട്ടെ, ഇങ്ങോട്ട് മിക്കാറ് ഇപ്പൊ തന്നെ ഉണ്ടല്ലോ പിടിച്ച് അവിടത്തെ കോലീഡർ എല്ലാം ആക്കിയെന്നോ പ്രൊമോട്ട് ചെയ്യും കേട്ടാ. എന്നിട്ട് ഇറക്കിക്കൊണ്ടൊക്കെ പോണല്ലേ. പുഴു എഴുന്നല്ലേ എഴുതുന്നത്? ഞാൻ പുഴു എഴുന്നല്ലേ എഴുതുന്നത്. അയ്യോ അയ്യോ അണ്ണാ തല്ലല്ലേ, അയ്യോ അണ്ണാ തല്ലല്ലേ, അയ്യോ അണ്ണാ തല്ലല്ലേ. ഞാൻ കൊണത്തില്ലല്ലോ. ഇതെന്താണ് നിങ്ങൾ അറിഞ്ഞ എത്ര പേര്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എങ്ങോട്ടാ ഇങ്ങോട്ടാണോ? ഞാൻ പതുക്കെ വരാൻ പറ്റത്തില്ലോ. ദൈവം എന്ന് പറഞ്ഞേ മറ്റേ പട്ടിയുടെ ബിസ്ക്കറ്റ് എന്നോ അങ്ങനെയൊന്നും പറയില്ല. അതായത് ക്യാരക്ടറിനെ വിട്ടിട്ടുള്ള ഒരു കളി. ഹലോ 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 മാക്കേ കേക്കുന്നുണ്ടോ? കേക്കുന്നുണ്ടല്ലോ. ഹലോ 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 കേട്ടോ ഹലോ 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 ആ കേക്കാം കേക്കാം പറ. ലോല കേട്ടോ. കോട്ടറിന്റെ അടുത്ത് വാർച്ചയായിട്ട് കിടന്ന് കൊണക്കല് പറയണേ മേക്കെ. നിങ്ങൾ കണക്ട് ചെയ്തോ? നിങ്ങൾ കണക്ട് ആവാ. ആ അതല്ലേ കോട്ടറിന്റെ അടുത്ത് പറയണേ. ആ സ്റ്റീവിന്റെ അടുത്ത് പറയാം.
അമ്പി ഏഴടാ അമ്പി കണ്ണാ എഴുതിയ ബ്രോ കാണുന്നില്ല എത്ര സ്പീഡല്ലോ ധാരാളം നടക്കുന്നുണ്ട് നടക്കണ എഴുതണോ ഇവന്റെ പകരം ഷഡ്ഡിയായിട്ട് കാണണം. ഇവന്റെ പകരം ഷഡ്ഡിയായിട്ട് എനിക്കത് കാണണം. ഷഡ്ഡിയാട്ടോ ഇല്ല എന്റെ ഉണ്ട് സിനിമ ഉണ്ടാക്കി എല്ലാരും കാണാൻ വരണേ. ഞാൻ ആ സിനിമ നാളെ ഓക്കെ തൽപ്പന ഡിലേ ആക്കല്ലേ വാ മാനിഫെസ്റ്റേഷൻ ആണ് അവസാനം. ഞാൻ ചെയ്യൂലായിരുന്നു ചന്ദ്ര, ഞാൻ ചെയ്യൂലായിരുന്നേ. കുറച്ച് ദിവസം പറയാതിരിക്കാൻ വയ്യ. കുറച്ച് ദിവസമായി, അതുകൊണ്ട് ഞാൻ ഇതിന്റെ റിപ്ലൈ കൊടുക്കണത്. വേറെ ഞാൻ ഇത് ചെയ്യത്തില്ലായിരുന്നു. അപ്പൊ ഇവന് കടിയാണ്. വഴി നോക്കി പോയതാണ്. അപ്പൊ അവനൊക്കെ വല്ലാത്ത ഗാങ്ങോസ് ഞാൻ കുറച്ച് ഇല്ലാത്തോണ്ട് എനിക്ക് അതിന്റെ ഇന്റൻസ് എത്രത്തോളം മനസ്സിലാവില്ല ശരിക്കും. പക്ഷെ നിനക്ക് മനസ്സിലാകത്തില്ല. ഇല്ലായിരുന്നല്ല, ഞാൻ ഇന്നൊക്കെയായിരുന്നു. കൊണ്ടുവരണട്ടാ ഇവന് ഭയങ്കര ഇതാന്ന് തോന്നിട്ടത് ആത്മാർത്ഥത. ഇനി ഷഡ്ഡിയാട്ടോ ബാക്കി നിന്റെ പറ്റത്തുണ്ട്. അതല്ല സംഭവം എന്ന് വെച്ചാൽ അണ്ണന് മനസ്സിലായില്ലേ, അവൻ ഇങ്ങനെ ബസ് പറയും. അപ്പം ടി വി ഓൾ ഡൗൺ മനസ്സിലായില്ലേ? അയ്യോ ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കോ നിങ്ങളെ പറ്റി? നീ വിചാരിച്ചാലൊന്നുമില്ല കണ്ടി ഇതുണ്ട് അപ്പൊ ഡാൻസ് കളിച്ചിട്ട് പോയതേട്ടാ. പക്ഷെ അറിയില്ല, എനിക്കൊന്ന് കാണിച്ചു തരുവാണെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യാം. പഠിക്കാം ഒന്ന് കാണിച്ചു തരാമെങ്കിലും ഡാൻസ് നീ കളിക്കണം. ഇല്ല മണിക്കൂർ കൂടെ ടൈം കൂടെ നീ കാണിക്കാത്ത ഓരോ പേരിനും റീസെറ്റ് ആയിക്കൊണ്ടിരിക്കട്ടെ. ഡോണ്ട് വേസ്റ്റ് ടൈം ആണോ? നീയൊക്കെ ഊമ്പിക്കൊണ്ടിടെ കുഞ്ഞ പോടാ. കുഴപ്പമില്ല നിന്റെ അമ്മാർത്ത് സിറ്റുവേഷൻ നമ്മളെന്ത് ചെയ്യണ്ടിരുന്നോ? എടാ നമുക്ക് തിരക്കൊന്നുമില്ല, നീ മറക്കല്ലേ. സ്പെല്ലിംഗ് പറഞ്ഞോടെ സ്പെല്ലിംഗ് ആരെങ്കിലും പറഞ്ഞു കൊടുക്കാം. അവന്റെ ഡബ്ല്യു മാത്രമേ അറിയത്തുള്ളൂ. സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ ആരെങ്കിലും. റേജ് വെയിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്, മനസ്സിലായി? അതാണ് തല്ലുള്ളി അവരോ ഞാൻ എവിടെ അവരോ തല്ലുണ്ടത്? എവിടെയായിരുന്നു? ലുങ്കി ഡാൻസ് അവനിവിടെ മറ്റേ അവാർഡ് വാങ്ങിക്കാൻ വന്ന് നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. ഞാൻ എവിടെയാ തല്ലു കൊണ്ടേന്ന് അവൻ ചോദിക്കുക. പിന്നെ അവൻ എന്താ ജയിച്ചനാണ് ഇവിടെ നോസ്റ്റായിട്ടിരിക്കുന്നത്. ഞാൻ അറിയാൻ പറയട്ടെ, നീ ഞാൻ തല്ല് കൊണ്ടിട്ടില്ല. നീ തല്ല് കൊള്ളാതെ മനസ്സിലായി. വാർ ജയിച്ചനാണ് ഇവിടെ ഇല്ല ഞാൻ ഫാൽക്കണിൽ ഒരു കാര്യം ചോദിക്കട്ടെ. വെയിറ്റ് ഒരു സെക്കൻഡ്. ബ്രോ തല്ലി കൊണ്ടില്ലെന്ന് പറഞ്ഞില്ലേ? ബ്രോനെ തല്ലിട്ടാണ് കൊണ്ടുവന്നത് ഇവിടെ. അതിനുള്ള ബോധമല്ലേ അവനെ? അവ ഈടിയാ അതിനുള്ള ബോധമല്ല. അതല്ല ഞാനാണ് ജയിച്ചെന്ന് വിചാരിക്കുന്നവനെ. അങ്ങനെ ഞാൻ വിചാരിക്കാറില്ല ബ്രോ.
അത് മനസ്സിലായടാ മണ്ട. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കാൻ നീ അല്ല 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 കൂളിംഗ് ഗ്ലാസ് ഷർട്ട് ഉരിക്കും പറ്റി കുഴപ്പമുണ്ടോ? എടാ കുഴപ്പമില്ല ഊരിക്കോ. ഷഡ്ഡിയായിട്ട് കാണുള്ളല്ലേ? പെർഫെക്റ്റ്. ഇതാണ് കറക്റ്റ് ഷെഡ്. ലാപ്പ് ഡാൻസ് ഇട്ടേ. എ ക്ലാസ് തല്ലുള്ളി പറയാതിരിക്കാൻ ഫിഗർ ഉണ്ട് നിനക്ക് തല്ലുള്ളിയുടെ തല്ലുള്ളിന്റെ തൽക്കാലം ലാപ്പ് ഡാൻസ് ഇട്ടോ, അങ്ങോട്ട് കളിച്ചോ. ഷഡ്ഡിയാട്ടം പാട്ടായിട്ടാ നിന്റെ രസത്തിനനുസരിച്ച് കളിക്കാനൊന്നുമില്ല. ഏടാ പൽഗുണ, നീ എവിടായിരുന്നു ഇതിനു മുമ്പേ? നീ എവിടായിരുന്നു ഇതിനു മുമ്പേ? നിനക്ക് എന്തായിരുന്നു ജോലി? അമ്പിക്കുട്ടൻ നല്ലതാണ് ഡാൻസ് കളിക്കുന്നുണ്ട്. ആനന്ദമേകുന്ന മുന്തും ലിബാസുകൾ നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോടാ നിനക്ക്. നിന്റെ ബോഡി മൂവ്മെന്റ് കണ്ടാൽ അറിയാം നിനക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടോ. ഷഡ്ഡിയായിട്ട് ആരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോടാ? ഇല്ല ലീഡർ ഷഡ്ഡിയായിട്ട് സ്പെഷ്യലിസ്റ്റ്. ഇല്ല ഇല്ല ബ്രോ ഇല്ല ബ്രോ. ലീഡർ ആരാണോ ഇവനെ? എടാ ലീഡർ ആരാടാ? അയ്യോ കോലീഡർ ഇങ്ങനെയൊന്നും കളിക്കാറില്ല. അയ്യോ അയ്യോ അണ്ണാ അവന്റെ ഗ്യാങ് ഡ്രസ് ഇടാൻ പറയണം. ഗ്യാങ് ഡ്രസ് ഇട്ട് അടിച്ചത്. അപ്പൊ കൂളിംഗ് ഗ്ലാസ് വരുമോ? ചാണകത്തിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചാലേ അത്ര വലിയ രസമൊന്നും കാണത്തില്ല. ആ ഓക്കെ 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 അതുകൊണ്ട് വലിയ ഓക്കെ ബ്രോ ഓക്കെ ബ്രോ. ആ നെഗസ് അങ്ങ് പോയല്ലോ. രസമുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടോ? പിന്നെ ഓക്കെ ഓക്കെ നിങ്ങളുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. എന്റെ നീ ചിരിച്ചോണ്ട് കരയുന്നത് നിനക്ക് മാറ്റി തരാം ഞാൻ. ചിരിച്ചോണ്ട് കരയുന്നതോ? നിനക്ക് ഒട്ടും വിഷമമില്ലല്ലോടാ. എനിക്കെന്ത് വിഷമം? അറിയാടാ തല്ലുള്ളി. ആടാ തല്ലുള്ളി തല്ലുള്ളി തല്ലുള്ളിയല്ല ഞാന് ചുമ്മാ കള്ളം പറയാം. പിന്നെ ഇല്ല ഇല്ല കുറവാ. അത് നിങ്ങൾ മേടിച്ചിട്ടില്ലേ? നിങ്ങൾ മേടിച്ചിട്ടില്ലേ? തല്ലുള്ളി എന്ന് വിളിക്കുന്നത്. തല്ലാവുന്നത് ആണോ? ഞാൻ ബ്രോയിനെ ആദ്യമായിട്ട് കാണുന്നേ. ആണോ? അതാ പറഞ്ഞു പിന്നെ ഒരുപാട് തല്ലി മേടിച്ചിട്ടില്ലെന്ന് ചോദിച്ചെന്താ? അപ്പൊ ഞാൻ മേടിച്ചിട്ടില്ല. ഞാൻ മേടിച്ചിട്ടില്ല. ബ്രോ മേടിച്ചിട്ടുണ്ടോ? ഒരു വട്ടം കിട്ടിയാലും തല്ല് തന്നെയല്ലേ? അല്ല അല്ല ഡാൻസ് മതിയായോ? തല്ലുള്ളി നിന്റെ അല്ലല്ല അല്ല നിന്റെ ഫിയർ കാണോ? ഇവന്റെ ഹോസ്റ്റേജ് റീസെറ്റ് ആയിക്കൊണ്ടിരിക്കുക. അടിക്കലേ തത്വം ചത്തോ അടിക്കലേ. ഫൽഗുണ നിനക്ക് പോണെന്ന് ആഗ്രഹമൊന്നും ഇല്ലടാ. റീസെറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇവന്റെ മെസ്സേജ് കാരണം റീസെറ്റ് ആയിക്കൊണ്ടിരിക്കുക. വീണ്ടും ഡാൻസ് കളിക്കണോ? ആട്ടില്ലാത്ത സുഖം. ലാബ് ഡാൻസ് 2 ആ? ഐഡി ഡാൻസ് കളിക്കടാ. ഐഡി കളിക്കേ. സ്റ്റെപ്പൊക്കെ അറിയാ. സോറി കുമാരി സുകുമാരി എന്നൊരു മലരടി മലറുകുള്ളടി കുമാരി എഞ്ചി വിമ്മി വിമ്മി പമ്മി നിക്കുത് കുമാരി എൻ വാർത്തൈ കടൽ വെട്ടി വിട്ടതേ.
ഫാൽക്ക നീ ഗ്യാങ്ങിൽ ഇറങ്ങിട്ടെ ആ. ബസ് സ്റ്റാൻഡ് ഉണ്ട്, ബസ് സ്റ്റാൻഡ് കേട്ടോ. അയ്യോ വേണ്ട ബ്രോ, എനിക്ക് ജീവിക്കാനുള്ള ലൈസൻസ് എന്റെ കയ്യിലുണ്ട് ബ്രോ. ഇതിന്റെ ആവശ്യം എനിക്കില്ല. അല്ലടാ ഡെയിലി ഇപ്പൊ തല്ലുകൊണ്ട് വരുമല്ലോ, അപ്പൊ ഇങ്ങനെ തന്നെ നീ ജീവിക്കേണ്ടി വരും. കുഴപ്പമില്ല ബ്രോ, ഇങ്ങനെയല്ല എല്ലാരും പഠിച്ചു വന്നത്. അല്ലടാ ഇവന് ഗ്യാങ്ങിൽ ഇറങ്ങിയാൽ ഒരു തൊഴിലറിയാലോ, അത് തന്നെ വലിയ കാര്യമല്ലേ. എന്റെ ഗ്യാങ് ഇറങ്ങി എല്ലാരും ഈ തൊഴിലാവും. മനസ്സിലാടാ. പാട്ട് തീർന്നുപോയി. അത് കുഴപ്പമില്ല, ഡാൻസ് കളിച്ചോ. കക്കൂസ് ചെയ്യാലോടാ. അവനാ ഷെഡിട്ട് ആടാനുള്ള ഒരു ഇഷ്ടം കണ്ടായത്. പാട്ട് തീർന്നല്ലോന്ന്. സോറി. എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഡൗട്ടായിട്ട് ചോദിക്കണം, നിങ്ങൾക്ക് ഷെഡ് ആയിട്ട് ആടുന്ന ഇഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങളെ വേറെ ആൾക്കാർ ഹോസ്റ്റലായിട്ട് കൊണ്ടുപോകുമ്പോ ഇങ്ങനെ ഷെഡിട്ട് അടിക്കാറുണ്ടോ? ഇല്ല, ആടാറില്ല, ഞങ്ങൾ തന്നെ ആടി കൊടുക്കും. ഇല്ല, നോർമലി ഞാൻ നിന്ന് കൊടുക്കാറില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ട ഇങ്ങനെ നീ പാട്ടൊക്കെ നിന്ന് പോയത് നമ്മളെ ഓർമ്മിപ്പിക്കണം. നമ്മളവിടെ നിർത്താൻ വിചാരിച്ചിരുന്ന, അപ്പൊ നീ നമ്മളെ പാട്ട് ഓർമ്മിപ്പിക്കണം. അയ്യോ സോറി ബ്രോ, സംസാരമൊക്കെ കേട്ടിട്ട് എനിക്ക് ഇടിക്കല്ലേ, അവൻ ചത്തോ ചിലപ്പോ. അത് നോക്കട്ടെ, തപ്പിട്ട് വെയിറ്റ് ചെയ്യേ. സറണ്ടർ അടിച്ചിരുന്നീ കാരണം നിന്നെ കൊറേ നേരം ഇതാണ് നീ ഓർക്കണം, മനസ്സിലായോ? എടാ ഒരു കഥ പറ, ഒരു കഥ പറഞ്ഞ് നമ്മളെ ചിരിപ്പിച്ചു കഴിഞ്ഞാൽ കഥയൊന്നും അറിഞ്ഞോ. ഇങ്ങനെയല്ലേ പഠിക്കണേ. നിനക്കൊന്നും അറിയാത്ത പോലെ നീ ഇവിടെ നടന്ന കാര്യം വേറെ സ്ഥലത്ത് പോയി മാറ്റി പറയുന്ന ടീമല്ലടാ. നിനക്കാണോ ബുദ്ധിമുട്ട്? കഥ പറയടാ, കഥ പറയടാ, ഉണ്ടാക്കി പറയടാ, ഉണ്ടാക്കി പറയടാ, ഉണ്ടാക്കി പറയടാ, ഉണ്ടാക്കി സെറ്റിയില് ലൈവില്ല, ലൈവ് സ്ട്രീം ഇല്ല. എടാ ഞാൻ ഇന്നലെ രണ്ട് ഓപ്ഷൻ തരാം, ഒന്നല്ലെങ്കിൽ നീ ഒരു പാട്ട് പാടാം, അല്ലെങ്കിൽ ഒരു കഥ പറയാം. പാട്ട് പാടാം. ഓക്കെ. കാക്കേ കാക്കേ കൂടെ വിടെ ഇത് നിന്റെ വീട്ടില് മാറിന് വരാത്തരുത്തിലുണ്ടായിരുന്നില്ല. അവൻ വരുമ്പോ പാടിക്കൂടെ, മനസ്സിലായോ? കാരണം ഇതിന്റെ അച്ഛന് മനസ്സിലായില്ലേ? മനസ്സിലായോ? നീ ഇവിടെ നിന്ന് പോണക്കെ ബ്രോ, എന്താ വീട്ടുകാരൊക്കെ വിളിക്കുന്നേ? നിങ്ങള് പറയുന്നുണ്ടല്ലേ ബ്രോ? അണ്ണ ഇവന്റെ അടുത്തൊന്നും ദയ കാണിക്കണം. ഇവനൊക്കെ കക്കൂസ് കഴിക്കണം. ഞാൻ കൺവേർട്ട് ചെയ്തില്ലല്ലോ ബ്രോ, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. കൺവേർട്ട് ബ്രോ, ഞാൻ കൺവേർട്ട് ചെയ്തില്ല ബ്രോ, ഞാൻ കൺവേർട്ട് ചെയ്തപ്പോഴാണ് തോന്നുന്നു. ഇതേ ബാക്കി നിൽക്കുന്ന പയ്യൻ എന്താ പറഞ്ഞു? വീട്ടിൽ പോയി വിളിച്ചപ്പോ പറഞ്ഞു അങ്ങനെയായിരുന്നു. ഓക്കെ, അങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചത്. ഞാൻ മാറിപ്പോതാ ബ്രോ, ഞാൻ എന്റെ ഭാഗത്ത് മാറിപ്പോതാ ബ്രോ. മനസ്സിലായി. നിന്റെ വീട്ട് മറ്റേ അയലൊക്കെ ബാക്കിയുള്ളവർ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വന്ന് വിളിക്കത്തില്ല നമ്മള്. കേട്ടാ കണ്ടി ഞാൻ അന്വേഷിച്ചൊന്നും വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. എന്നാ ഓസ്തറപ്പിക്കാനെ പറയണ്ട.
ടൈം നോക്കാം. അവൻ ഫിയർ കാണിക്കില്ല. പിന്നെ ടൈം അവനൊരു ഫിയർ കാണിച്ചിട്ടില്ല ബ്രോ. ഫിയർ കാണിക്കാത്ത 2 ടൈം. എടാ ഈ വഴിയൊക്കെ നോക്കി വെച്ചത് ഡെയിലി വരുന്നത് ഇനി എന്നും തല്ലുള്ളൂ ഇനി. എടാ ഫാൽക്ക നീ ഇത്രയും ചിന്തിച്ചാ മതി. സിറ്റിയിൽ അടുത്തൊക്കെ അപ്പം തൊട്ടാണ് ഇവന്റെ ടൈമിംഗ് എണ്ണ. അവൻ മാസം അടിച്ചോണ്ടിരിക്കും. അവൻ ടൈമില്ല. എനിക്കൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവന് പറഞ്ഞ എനിക്കിവിടെ ബാൻ കിട്ടും. അതുകൊണ്ട് ഇത് സംഭവം അണ്ണനെ കൊണ്ട് പറയിപ്പിച്ച് മറ്റേ ഹോൾഡ് ആയിപ്പിക്കാനുള്ള പരിപാടി പറയണ്ടോ? വെളിപ്പറ ഫ്രസ്ട്രേഷൻ ആണ്. അത് എന്തിന്റെ പുറത്താണ് ഫ്രസ്ട്രേഷൻ ഞാൻ കാണിച്ചു കൊടുക്കാം. അവന് കുറെ ദിവസമായി ഈ കണ്ടിയൊക്കെ മറ്റേ ലൈബ്രറി ആപ്ലിക്കേഷന്റെ പേരെന്താണ്? അതില്ല. അപ്പം കഴിക്കോ പണ്ട് പരിചയമുള്ള അമ്പി കഴിവ്. അയ്യോ അമ്പി കഴിവടാക്കോട്ടെ. അല്ല ആദ്യത്തെ മതി പറ്റത്. ഇതാണോ ലെഗസി എന്ന് പറയുന്നത്? ഈ തുടക്കുന്നത് ലെഗസിയുടെ ഭാഗമാണോ? അല്ല ഇത് ഞാൻ ആദ്യമായിട്ടാണല്ലേ? പറമ്പിൽ പോയിട്ടാണ്. അല്ല അങ്ങനെയല്ല, ഞാൻ വേറൊരാളുടെ സ്ഥലത്ത് വന്നിട്ട് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് ഉദ്ദേശിച്ചത്. അതിനെങ്ങനെ ഊരിട്ടോണ്ടിരിക്കല്ലേ? പിന്നെ എങ്ങനെ നീ നിന്നെ വല്ലൊരു ഒരു ഭാഗത്തേക്കില്ല മനസ്സിലായി. ഊരിയിടരുത്, എന്നാലും അങ്ങോട്ട് വരാനൊക്കെ പറ്റുള്ളൂ. മനസ്സിലായി? അത് എന്തുവാ നീ സ്വപ്നത്തെ വിചാരിച്ചാ നിന്നെ എടുക്കുമെന്ന്? ഇല്ല, എന്നെ എടുക്കുമെന്ന് എനിക്ക് ആദ്യമേ അറിയായിരുന്നു. നിന്നെ മാർക്കറ്റ് പ്ലേസ് ഇട്ടുണ്ട്. അപ്പൊ നിനക്ക് മനസ്സിലായാലും നിങ്ങളെ മെഴുകുമെന്ന് മനസ്സിലായാലും എന്റെ കയ്യിലിരിക്കണമെന്ന് കുഴപ്പമില്ല. അപ്പൊ നീ വരുന്നതിന് മുമ്പ് മെഴുകുമെന്ന് അറിയായിരുന്നു. അതൊക്കെ പഠിച്ചിരുന്നു. സിറ്റിയിലെ അബ്ബാസാണ് നീ പഠിച്ചോർന്നല്ലേ? പോത്തർച്ചയാണ് കഴിക്കുന്നത് എല്ലാ ദിവസവും. ഭയങ്കര തുണിക്കെട്ടി നീ ചെയ്തോ നമ്മൾ പറയാം. നീ പരിപാടി എടുത്തിട്ട് ഇതിന് കയറുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടാ. എന്തൊക്കെ പരിപാടിയാടാ, എന്തൊക്കെ പരിപാടിയാ. പാലത്തിനടി പോയി എന്തോ അറിയാത്തതിന്റെ കുറവ്. അവൻ ടഫാവാൻ നോക്കാം. മൾട്ടി ടാലന്റഡ് ആണ് ഇവൻ. ബ്രോ ഞാൻ കാര്യം ചോദിക്കട്ടെ? വേണമെങ്കിൽ നമ്മൾ ഒരു സെക്കൻഡ് നമ്മൾ എല്ലാരും ഇറങ്ങിത്തരാം ഇവിടുന്ന്. പൊട്ടിക്കര പ്രിറ്റൻഡ് ചെയ്യല്ലേ നീ? ഇങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് വിഷമമൊന്നുണ്ട്. നമ്മൾ ഇറങ്ങിത്തരാം. നീ ഇനി വായടച്ച് മിണ്ടാതിരുന്ന് ഇവിടെ കഴിവാണെങ്കിൽ നിനക്ക് പെട്ടെന്ന് പോവാം. ഇല്ല നീ ഇവിടെ കഴുകിക്കൊണ്ടിരിക്കും. മനസ്സിലായ? നീ ജീവിതകാലം മുഴുവൻ ഇവിടെ ഇരുന്ന് കഴുകിക്കൊണ്ടിരിക്കും. നമ്മള് പ്രിയവാദം കളിക്കുമ്പോഴും നീ ഇവിടെ കഴുകിക്കൊണ്ടിരിക്കും. മനസ്സിലായ? നീ അവിടെ കളിക്കാൻ പോലും കാണത്തില്ല. നീ ഇവിടെ ഇരുന്ന് കഴുകു. അതാണ് വേറെ പ്രശ്നം. അവന്റെ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മളൊന്ന് പറയുമ്പോ അവൻ 2 പറയാം. അപ്പം മിസ് മനസ്സിലായി? അതാണ് അവന്റെ ആഗ്രഹം. കഴുകട കണ്ടി ഉണ്ടായിരുന്നു. കഴുകട കണ്ടി കണ്ടി കഴുക. MRC അബ്ബാസെ കഴുകു. നീ കണ്ടി
എന്തൊക്കെ ഫാൽഗുണല്ല MRC അബ്ബാസ്. അബ്ബാസിന് ശേഷം ഇത്ര ഒരു നീതി പുലർത്തിയ ഒരു പയ്യൻ മാത്രമല്ല. സത്യം ആർപിക്കാരൊക്കെ കൊളാബറേഷൻ വിളിക്കും പോണം കേട്ടോ. അല്ല ഇപ്പൊ ആർപിക്കിന്റെ കൊളാബിനൊക്കെ നല്ലതാണ്. ഗാങ് ഫണ്ടൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാം. സ്റ്റാർ ആണ് കേട്ടാ ചണ്ടി കൊളാബറേഷൻ. എന്തൊക്കെ തന്നെ കൊളാബറേഷൻ കിട്ടും നിനക്ക്. നീ ഇന്നത്തോടെ സ്റ്റാർ ആയി അബ്ബാസ്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വാസന കണ്ടിട്ടുണ്ട് എവിടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ തീട്ടത്തിന്റെ മഞ്ഞ ചേട്ടാ അറിയണമെന്നാ തോന്നുന്നേ. വിൻസെന്റിനെ പരിചയം അറിയാം. അവനൊക്കെ ആഫ്റ്റർ ദ ഹോസ്റ്റേജ് സിറ്റുവേഷൻ നീ കഴിയുന്നത് മാർക്കറ്റ് പ്ലേസ് ഇട്ടുണ്ട്. നിന്നെ ആൾക്കാർ വിളിക്കും കേട്ടത്. അതൊക്കെ ആയിട്ട് പോവാ. ഇപ്പൊ നിന്റെ വില 1 രൂപയാണ് കേട്ടോ. ടൈം നോക്കണം. ടൈം നോക്കണം. ഡിമാൻഡ് ഇല്ല. കുറവാണ്. തല്ലാൻ വരും. ഇവനൊക്കെ അടികൊള്ളുമ്പോ കൂടെയുള്ളവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അവന്മാരൊക്കെ കൊണ്ട് ഇപ്പൊ തല്ലാൻ വരും. എന്താ ഇങ്ങനെ കളിക്കുന്നേ? MRCD better than TV. നീ MRCD മറ്റേ കുണ്ണല്ലടാ. നീ MRCD കുണ്ണ പറഞ്ഞ നമ്മളതിന്റെ വിശ്വസിക്കണം. പോളെ കുണ്ണേ MRCD കുണ്ണ വന്നിട്ട് പറയണ MRC is better than TV എന്ന്. പിന്നെ ഞാൻ വന്ന് പറയണ TV is better than MRC എന്ന് പറയട്ടെ ചാറ്റി വന്നിട്ട്. കൊത്തനാളെ കുണ്ണേ. ഇതൊക്കെ എത്ര പയ്യന്മാരാണ്. വേറെ ആരെങ്കിലും പറഞ്ഞ പിന്നെ സംഭവിച്ചു. എങ്ങനെയുണ്ടാ? ഇഷ്ടപ്പെട്ടടാ? ഗ്യാങ്ങിന്ന് ഇറങ്ങിയാലോ? ഗ്യാങ്ങിന്ന് ഇറങ്ങി കഴുകാൻ പോയാലോ? എന്ത് പറയുന്നു? നിന്റെ ഒഫീഷ്യൽ ഹോസ്റ്റേജ് അടുത്തോട്ട് പറഞ്ഞ കഴിക്കോ? എന്താ അവന്റെ ലെഗസി അപ്പി പോയിട്ട് അമ്പിക്കുട്ട ബൈ ബൈ. സോറി വേണം മേടിക്കുന്നതായിട്ട്.